ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ധൂമ്രാക്ഷൻ കാരണം വിഷമിക്കുന്ന വാനര സൈന്യത്തെ കണ്ട മാരുതി നേരിട്ടടുത്തു. വലിയൊരു പാറയുമോങ്ങി കോപാവിഷ്ടനായ ചുവന്ന പവനാത്മജൻ ധൂമ്രാക്ഷൻ്റെ മുന്നിലെത്തി. പിതൃപരാക്രമിയായ ഹനുമാൻ രാക്ഷസന്റെ തേരിനെ ലക്ഷ്യമാക്കി ആ കല്ലെറിഞ്ഞു. പിഴയ്ക്കാത്ത ഉന്നത്തോടെ ചീറിക്കൊണ്ടുവരുന്ന കല്ല് കണ്ട നിശാചരൻ ഗദയുമെടുത്ത് തേരിൽ നിന്ന് പെട്ടെന്ന് ചാടി നിലത്ത് മാറി ഒഴിഞ്ഞു നിന്നു. ചക്രങ്ങൾ, നുകത്തണ്ട്, കുതിരകൾ, ധ്വജം, ചാപം എന്നിവയോടുകൂടിയ ആ രഥം കല്ല് വീണ് തകർന്ന് തരിപ്പണമായി. സേനാനാഥന്റെ തേരുടച്ച ഹനുമാൻ ശാഖോപശാഖകളോടുകൂടിയ വൻ മരമൊന്ന് പറിച്ച് രാക്ഷസന്മാരെ അടിച്ചു തുടങ്ങി. ശിരസ് ചിഹ്നമായി, ദേഹം മുഴുവൻ ചതഞ്ഞു, ചെഞ്ചോര വാർന്ന് അവശരായി വീണു. ഇങ്ങനെ രക്ഷോബലത്തെ മർദ്ദിച്ച് പിന്തിരിച്ചു തുടങ്ങി. പർവ്വതാഗ്രമൊന്ന് പറിച്ചെടുത്ത് അന്ധകനെ പോലെ അടുക്കുന്ന അനിലാത്മജനെ കണ്ട ധൂമ്രാക്ഷൻ ഗദയുമോങ്ങി വിളിച്ചാർത്തുകൊണ്ട് പെട്ടെന്ന് ഓടിയടുത്തു. കണ്ടകാകീർണമായ ഗദ കപീശ്വരന്റെ ശിരസിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഘോരാകൃതിയോടുകൂടിയ ഗദ ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടു. എന്നാൽ കൊടുങ്കാറ്റുപോലെ ബലമേറിയ ഹനുമാൻ ആ താടനത്തെ ഒട്ടും തന്നെ ഗണിക്കാതെ ശൃംഗത്തെ ധൂമ്രാക്ഷന്റെ നേരിട്ട് ചാട്ടി. മാരുതിയുടെ ശൈലശിഖര പ്രഹാരം ശിരസിലേറ്റ അസുരവരൻ എല്ലാ അവയവങ്ങളും വേർപെട്ട് ഒരു മല പോലെ ഭൂമിയിൽ പെട്ടെന്ന് വീണു. ധൂമ്രാക്ഷ നിധനത്തെ കണ്ട രാക്ഷസന്മാർ അന്തം വിട്ടുപോയി. കൂട്ടം കൂട്ടമായി കാലനൂർക്ക് അയക്കുന്ന ഹനുമാന്റെ പരാക്രമം ബാക്കിയായ അസുരന്മാരെ ഭയപ്പെടുത്തി. അതിവേഗത്തിൽ ജീവനും കൊണ്ട് ഓടി ലങ്കയുടെ അന്തർഭാഗത്തെത്തി. അനേകായിരം നക്തഞ്ചര പ്രമുഖന്മാരെ ഹനുമാൻ നിഗ്രഹിച്ചു. യുദ്ധക്കളത്തിൽ അനേകം രക്തപ്പുഴകൾ ഒഴുക്കി. അരിമർദ്ദനം കൊണ്ട് അല്പം തളർന്ന ആ മഹാത്മാവിനെ വാനരന്മാർ മുഴുവൻ ഒത്തുചേർന്ന് അഭിനന്ദിച്ചു. ധൂമ്രാക്ഷ നിധനം കേട്ട രാക്ഷസ രാജ രാവണൻ അത്യധികം കോപാകുലനായി. പാമ്പുപോലെ ദീർഘല നിശ്വാസം പുറപ്പെട്ടു. ചുടുനെടുവീർപ്പുകൾ ഇട്ട് അരിശമൊതുക്കിയ രാക്ഷസ ചക്രവർത്തി മഹാകരുത്തനായ വജ്രദംഷ്ട്രനോട് പറഞ്ഞു, വീരനായ വജ്ര, വമ്പിച്ച അസുരപ്പടയുമൊത്ത് പുറപ്പെടൂ. കാകുൽസ്ഥന്മാരെയും കീശസംഘങ്ങളോടുകൂടിയ സുഗ്രീവനെയും നിഗ്രഹിച്ച് അതിവേഗം വരൂ. രാജകൽപ്പന ശിരസാവഹിച്ച് അനേകം സൈന്യങ്ങളോടുകൂടി ആ മായാവി പെട്ടെന്ന് പുറപ്പെട്ടു. മഹാവിക്രമികളായ അനേകം പടകളാൽ ആവൃതനാണ് ആ രാക്ഷസ പ്രമുഖൻ. ആനകൾ, കുതിരകൾ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവ ഇടകലർന്ന സൈന്യസമൂഹത്തോടെ പ്രമത്തനായ വജ്രദംഷ്ട്രൻ സർവ്വ ആഭരണങ്ങളും വിചിത്ര തോൾവളകളും കനക കിരീടവും പോർച്ചട്ടകളും അണിഞ്ഞ് ഉഗ്രധനസുകളുമേന്തി പുറപ്പെട്ടു. കൂറകൾ പാറുന്ന ധ്വജത്തോടുകൂടിയ തങ്കത്തേരിനെ പ്രദക്ഷിണം വെച്ച് സേനാനായകൻ ആരോഹണം ചെയ്തു. ഭിന്ദിപാലങ്ങൾ, പാശങ്ങൾ, വേലുകൾ, പട്ടസങ്ങൾ, ചക്രങ്ങൾ, ഗദകൾ, നിശിതങ്ങളായ വെൺമഴുക്കൾ, ഖഡ്ഗങ്ങൾ തുടങ്ങിയ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച കാലാൾപ്പട അനേകം അനുഗമിച്ചു. അവരെല്ലാം ഒരുപോലെ കരുത്തന്മാരും വിചിത്ര വസ്ത്രാഭരണാദികൾ ധരിച്ചവരുമാണ്. തോമരം, തോട്ടി എന്നിവ ധരിച്ച ഭടാഗ്രസരന്മാർ കേറിയ മതവാരണങ്ങൾ മാമലകളെപ്പോലെ നടന്നു. ലക്ഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഉത്തമ ഗജങ്ങളിൽ ശൂരന്മാരായ യൂഥമുഖ്യന്മാർ ആരോഹണം ചെയ്തു. മഴക്കാലത്തിലെ ഇടിമിന്നലോടൊത്ത കാർമേഘ നിരയെപ്പോലെ ആ രാക്ഷസപ്പട ഇരുമ്പിക്കൊണ്ട് മുന്നേറി. അവർ തെക്കേ ഗോപുരദ്വാരത്തിൽ അങ്കദൻ കാത്തുനിൽക്കുന്ന കോട്ടവാതിൽക്കൽ കൂടിയാണ് പുറപ്പെട്ടത്. ആ സമയത്ത് അനേകം ദുർനിമിത്തങ്ങളാണ് അവരുടെ മുമ്പിൽ ആവിർഭവിച്ചത്. കാറില്ലാത്ത ആകാശത്തിൽ നിന്ന് കത്തുന്ന കൊള്ളികൾ വർഷിച്ചു. തീജ്വാലകൾ ഛർദ്ദിച്ചുകൊണ്ട് കുറുക്കന്മാർ ഓരിയിട്ടു. ഘോരാകാര മൃഗങ്ങൾ അരക്കന്മാർക്ക് അറുതി വന്നു എന്നിങ്ങനെ പറയുന്നത് പോലെ ഭീഷണനാദങ്ങൾ ഉണ്ടാക്കി. നടക്കുന്ന പടകൾക്ക് അവിചാരിതമായ ഭയം വളർന്നു. മനസ്സ് മൂർച്ഛിച്ചു, കാലിടറി. ഇതെല്ലാം കണ്ട വജ്രദംഷ്ട്രൻ അല്പം വിഷമിച്ചാണെങ്കിലും ധൈര്യം ഒരുക്കൂട്ടി. ആ മഹാബലവാൻ രണ കുതുകിയായി തന്നെ നടന്നു. സാഗരതുല്യമായി പരന്ന് ഇരമ്പി വരുന്ന അസുരപ്പടയെ കണ്ട വാനരവീരന്മാർ 10 ദിക്കും മുഴങ്ങത്തക്ക വിധം ആർത്തുവിളിച്ചു. വിധേയച്ചുക്കളായ പ്ലവകരും അരക്കരും ഏറ്റുമുട്ടി. ഭീമാകാരന്മാരും അതിക്രൂരന്മാരും അന്യോന്യ നിഗ്രഹകാംക്ഷികളുമായ അവർ
അത്യുത്സാഹത്തോടെ ചെന്നേറ്റു. ദേഹവും കഴുത്തും മുറിഞ്ഞ് സർവ്വ അവയവങ്ങളിലും രക്തം വാർന്നുകൊണ്ട് പടക്കളത്തിൽ വീണു തുടങ്ങി. പരികങ്ങളേന്തിയ ശൂരന്മാർ പരസ്പരം ഇടഞ്ഞു. പോരിൽ ഒരിക്കലും പിന്തിരിയാത്ത ധീരന്മാർ പലതരത്തിലുമുള്ള ആയുധങ്ങൾ അന്യോന്യം ശക്തിയിൽ പ്രയോഗിച്ചു. മരങ്ങൾ, കല്ലുകൾ, ശസ്ത്രങ്ങൾ എന്നിവയുടെ ശബ്ദങ്ങൾ ഹൃദയം പൊട്ടത്തക്ക വിധത്തിൽ അവിടെ നിന്ന് ഉയർന്നു. രഥം ഉരുളുന്ന ഒലികൾ, ചെറുഞാണൊലി ശബ്ദങ്ങൾ, ശംഖ്, ഭേരി തുടങ്ങിയ വാദ്യഘോഷങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർന്ന് 10 ദിക്കും മുഖരിതമായി. ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചപ്പോൾ ബാഹുയുദ്ധം തുടങ്ങി. ചിലർ കീശവരന്മാർ ഉള്ളം കൈകളാലും മുഷ്ടികളാലും മരങ്ങളാലും പ്രഹരിച്ച് ചില നിശാഢരുടെയും ദേഹം മുറിച്ചിട്ടു. പോരിൽ ആവേശം പൂണ്ട കവികൾ കല്ലുകൾ കൊണ്ട് രാക്ഷസന്മാരിൽ പലരുടെയും ശിരസ് ഭഞ്ജിച്ചു. അമ്പുകളാൽ വാനരന്മാരെ തുള്ളിച്ചുകൊണ്ട് വജ്രദംഷൻ ലോകാവസാനത്തിൽ പാശമേന്തിയ അന്തകൻ എന്ന പോലെ യുദ്ധകളത്തിൽ സഞ്ചരിച്ചു. അസ്ത്രവിഘ്നന്മാരും അനേക വിധങ്ങളായ ആയുധങ്ങളേന്തിയവരും മഹാകരുത്തന്മാരുമായ കവിമുഖ്യന്മാരെ അരിശം മുഴുത്ത രാക്ഷസവരന്മാർ നിഗ്രഹിച്ചു തുടങ്ങി. അതുകണ്ട അംഗദകുമാരൻ 10 ഇരട്ടി കോപമാർന്ന് കൽപ്പാന്താഗ്നി തുല്യനായി തീർന്നു. ക്രോധം കൊണ്ട് തുടുതുടുത്ത കണ്ണുകളോടെ കൈയും വൃക്ഷവും കൊണ്ട് രാക്ഷസന്മാരെ അതീവ പരുക്കുകൾ ഏൽപ്പിച്ചു. ഇന്ദ്രതുല്യ പരാക്രമിയായ ബാലീസുതന്റെ മുന്നിലെ വൻപട സിംഹത്തിന്റെ അടുത്തെത്തിയ ക്ഷുദ്രമൃഗങ്ങളെ പോലെ വിറച്ചു. മഹാശക്തന്മാരും ഭീമവിക്രമരുമായ രാക്ഷസന്മാർ അംഗദന്റെ എതിരിൽ നിന്ന് തല പൊളിഞ്ഞ് മാമരങ്ങൾ പോലെ പതിച്ചു തുടങ്ങി. മനോഹരങ്ങളായ ധ്വജങ്ങൾ, തേരുകൾ, അശ്വങ്ങൾ, കവികളുടെയും നിശാചരന്മാരുടെയും ശരീരങ്ങൾ എന്നിവയെല്ലാം പ്രവഹിക്കുന്ന രക്തത്തിൽ മൂടി. ആ രണഭൂമി ആകെ അതിഘോരമായി തീർന്നു. ഹാരങ്ങൾ, തോൾവളകൾ, ദിവ്യവസ്ത്രങ്ങൾ, പലതരം ആയുധങ്ങൾ എന്നിവയാൽ അവിടം ശരൽക്കാല ആകാശം പോലെ തോന്നി. അംഗദകുമാരന്റെ അമേയ ശക്തി കൊണ്ട് നിശാട പെരുമ്പട കൊടുംകാറ്റിനാൽ കാർക്കൊണ്ടൽ പോലെ ചിന്നിച്ചിതറി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.